കുവൈറ്റ് തീപിടുത്തത്തിൽ മനോധൈര്യവും ഒരു ടി.വി. കേബിളും കൊണ്ട് മൂന്നാം നിലയിൽ നിന്ന് ജീവിതത്തിലേക്ക് തൂങ്ങിയിറങ്ങി 3 കൂട്ടുകാർ. കറുത്ത പുക നിറഞ്ഞ മുറിയിൽ നിന്ന് ജനൽ വഴി പുറത്തേക്ക് തലയിട്ടാൽ കഷ്ടി ശ്വാസമെടുക്കാം. പക്ഷേ അത് ഒരാൾക്ക് മാത്രം. ചാടിയാൽ മരിക്കും, മുറിയിൽ പിടിച്ചു നിന്നാലും മരണം തന്നെ. താൻ ഇറങ്ങിയാൽ ബാക്കിയുള്ളവർക്കെങ്കിലും ജനലിനടുത്ത് വന്നു നിന്ന് ശ്വാസമെടുക്കാമെന്ന് കണ്ട് രണ്ടും കൽപ്പിച്ച് ടി.വി. കേബിൾ പൊട്ടിച്ച് അലൻ തൂങ്ങിയിറങ്ങി. ഞാൻ ഇറങ്ങിയ ഉടനെ പുറകെ പറഞ്ഞു. വെയിറ്റ് ഇല്ലാത്ത ആൾക്കാർ. പിന്നെ അനന്തു എന്ന് പറഞ്ഞൊരു അവനപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഗ്യാപ്പ് കിട്ടി ആ വിൻഡോയിൽ. അവൻ ഇറങ്ങിയിട്ട് ആ വിൻഡോയുടെ ക്ലോസിംഗ് സൈഡിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നെ ഗൗരീശങ്കർ ചാടാനോർത്ത ഗൗരീശങ്കർ അമ്മയെ ഓർത്തു തൂങ്ങിയിറങ്ങി. എൻ്റെ മനസ്സിൽ ആ സമയത്ത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു കോള് പോവുകയാണ്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലോട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴും അമ്മയുടെ മുഖം മനസ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെന്നാണ്. ഞങ്ങൾ ആദ്യമേ ചിന്തിക്കുന്ന ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ താഴോട്ട് ചാടാം, മൂന്നാമത്തെ താഴോട്ട് ചാടാൻ കഴിയും. പക്ഷെ ആ സമയത്ത് ഒരു കേബിള് കിട്ടി. അനന്തുവിന് തൂങ്ങി ഇറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ജനൽ വഴി പുറത്തേക്ക് തൂങ്ങി നിന്നു. പക്ഷെ താഴെ നിൽക്കുന്നവരൊന്നും ഇറങ്ങണ്ട, ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ആള് വരും, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ റൂമിൻ്റെ അകത്തോട്ട് നോക്കാനേ പറ്റില്ല, ഫുള്ള് സ്മോക്കാണ്. മറ്റവർ രണ്ടും എവിടെയാണ് ബോധം കിട്ടി വീണെന്ന് എനിക്കറിയത്തില്ല, കാണുന്നില്ല. ബോധം പോയി അങ്ങനെ ഇതായില്ല. അപ്പോൾ ഓരോ നിമിഷം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.